അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാവർക്കും റംസാൻ മുബാറക്ക്. അപ്പോൾ എല്ലാവരും നോമ്പുകാരായി ഇരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ അല്ലേ? റമളാൻ 1 ഇന്ന്. അപ്പോൾ ഇന്നലത്തെയൊക്കെ വീഡിയോയിലായിട്ട് ഞാൻ ചൊല്ലേണ്ട ദിക്റുകളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നും ചൊല്ലേണ്ട ദിക്റ്, സ്വലാത്ത് ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി ഇന്ന് പകലും ഇന്ന് രാത്രിയുമൊക്കെ ചൊല്ലേണ്ട ദിക്റും സ്വലാത്തുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്. അപ്പോൾ റമളാനിൽ ചൊല്ലേണ്ട ദിക്റ് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റമളാൻ മുഴുവനായിട്ടും ചൊല്ലേണ്ട ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ഈ ഒരു ദിക്റുണ്ടല്ലോ, ഇത് റമളാൻ 30 എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദിക്റാണ്. അപ്പോൾ ചുരുങ്ങിയത് ഈ ഒരു ദിക്റ് ഓരോ ദിവസം 100, ചുരുങ്ങിയതൊരു 100 എണ്ണമെങ്കിലും ചെല്ലാൻ നോക്കുക. നമ്മളൊക്കെ സ്ത്രീകളാണ്, അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അത് വിചാരിച്ചിട്ട് എനിക്കങ്ങനെ ചെല്ലാൻ കഴിയുന്നത്, എനിക്കൊരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ദിക്റും സ്വലാത്തുകളൊന്നും ചൊല്ലാതെ അതിനൊക്കെയായിട്ട് സമയം നമ്മൾ കണ്ടെത്തണം. അല്ലാണ്ട് ഇത് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമായിട്ട് ഒരു ടൈമൊന്നും ഉണ്ടാവില്ല. ഉള്ള ടൈമിൽ നിന്നും നമുക്ക് എത്രയോ ടൈം ബാക്കിയുണ്ടാവും. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്, ഇന്ന് ഞാൻ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒന്നാമത്തെ 10 ചൊല്ലേണ്ട ദിക്ർ, ഞാൻ ഇന്നലെ പറഞ്ഞ ദിക്ർ തന്നെയാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അപ്പോൾ ഈ 2 ദിക്റും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്റും ഒരു ചുരുങ്ങിയതൊരു 100 എണ്ണം ചൊല്ലാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റും ചുരുങ്ങിയത് ഒരു 100 എണ്ണമെങ്കിലും ചൊല്ലാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിത്തരും. അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളെല്ലാം തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിത്യമായിട്ടും ഈ റമളാൻ കഴിയുന്നത് വരെയായിട്ട് ഈ 2 ദിക്റും, ഈ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ഒന്നാമത്തെ 10 ചൊല്ലേണ്ട ദിക്റാണ്. അല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ റമളാൻ മാസം കഴിയുന്നത് വരെയായിട്ട് നമുക്ക് കഴിയുന്നൊരെണ്ണം എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണമായിട്ട് ചൊല്ലി തീർക്കുക. ഇൻഷാ അല്ലാഹ് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നോക്കുക. ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ, തിരക്കാണ്, ഒരുപാട് പണിയുണ്ട്, അതൊന്നും വിചാരിച്ചിട്ട് റമളാൻ മാസം ഇപ്പോൾ കഴിഞ്ഞു പോകും. നമ്മൾ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ റമളാൻ മാസം നമ്മിൽ നിന്നും വിട വാങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മളൊക്കെ സഹിക്കുന്ന ഒരുപാട് പ്രയാസത്തിലൂടെയും വേദനയിലൂടെയുമാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. സകല പ്രയാസങ്ങളും തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക. ഇപ്പോൾ ദുആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്തായിട്ടോ ദിക്റായിട്ടോ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തുക. ആ ദുആ ഒന്നും അള്ളാഹ് തട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തീർത്ത് പെട്ടെന്ന് തന്നെ വുളു എടുത്തിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ആ ഒരു ബഹുമാനത്തിൽ എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതുക. ഇനിയിപ്പോൾ പീരീഡ്സ് ഉള്ള സ്ത്രീകളുണ്ടാവും, അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ റബ്ബേ, റമളാനിലെ ആദ്യ നോമ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് അള്ളാഹുവിനെ അറിയാലോ. നമ്മളെ സ്ഥിതി സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ ടെൻഷനാവേണ്ട. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം, വാട്സപ്പിലൂടെ ആയിട്ട് 2-3 സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്, ഇത്ത ഭയങ്കര ടെൻഷനാണ്, പീരീഡ്സ് ആയിട്ടുണ്ട്, റമളാൻ ആദ്യ നോമ്പ് തന്നെ കിട്ടുകയില്ല,
അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ സ്വലാത്തായിട്ടും ദിക്റുകളായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിക്റില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്റുണ്ടല്ലോ, ഈ ഒരു ദിക്റ് ഒരുപാട് തവണ ചൊല്ലുക. അതുപോലെ തന്നെ സ്വലാത്തും, ഇന്ന സ്വലാത്ത് എന്നില്ല, നമുക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അല്ലാത്ത എല്ലാ ദിക്റുകളായാലും സ്വലാത്തുകളായാലും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഖുർആനിൽ ആയത്തുൽ കുർസി ഓതുന്നതിന് കുഴപ്പമില്ല, അതൊരു ദിക്റാണ് എന്ന് വെച്ചിട്ട് ഓതുക. അതുപോലെ തന്നെ വേറൊരു ദുആയും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമളാൻ മാസം എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു ദുആയും ഞാൻ ഇന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അല്ലാഹുമ്മ ഉംദുദ് ലനാ ഫി അഹ്മാരിന വ വസ്സിഉ ലനാ അർസാഖന വ ബല്ലിഗ്ന അമാലന വസഹിഹ് ലനാ അജ്സാമന ഫഇന്നക തംഹു മാ തശാഉ വ തുസ്ബിതു വ ഇൻദക ഉമ്മുൽ കിതാബി ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. ഒന്നുകൂടെ ചൊല്ലാം, ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങളും ചൊല്ലുക. അല്ലാഹുമ്മ ഉംദുദ് ലനാ ഫി അഹ്മാരിന വ വസ്സിഉ ലനാ അർസാഖന വ ബല്ലിഗ്ന അമാലന വസഹിഹ് ലനാ അജ്സാമന ഫഇന്നക തംഹു മാ തശാഉ വ തുസ്ബിതു വ ഇൻദക ഉമ്മുൽ കിതാബി ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. അല്ലാഹുമ്മ ഉംദുദ് ലനാ ഫി അഹ്മാരിന വ വസ്സിഉ ലനാ അർസാഖന വ ബല്ലിഗ്ന അമാലന വസഹിഹ് ലനാ അജ്സാമന ഫഇന്നക തംഹു മാ തശാഉ വ തുസ്ബിതു വ ഇൻദക ഉമ്മുൽ കിതാബി ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരികയും ഭക്ഷണ വിശാലത നൽകുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരികയും ഞങ്ങൾക്ക് ശരീരാരോഗ്യം നൽകുകയും ചെയ്യണമേ. നീ നിൻ്റെ ഇച്ഛപ്രകാരം വിധികൾ മാറ്റുന്നവനും അവ നിലനിർത്തുന്നവനുമാണല്ലോ. സർവ്വവിധികളും രേഖപ്പെടുത്തപ്പെട്ട മാതൃകാ ഗ്രന്ഥം നിൻ്റെ അടുക്കലാണുള്ളത്. പരമകാരുണികനായ നാഥാ, നിൻ്റെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ എന്നാണ് ഈ ദുആൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ദുആ ഓരോ ദിവസം എത്ര തവണയാണ് നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ കഴിയുന്നത് അത്ര എണ്ണം നിങ്ങൾ അധികരിപ്പിക്കുക കേട്ടോ. ആരും മറന്നു പോവണ്ട. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹ് ആശ്വാസം നൽകും. നമുക്ക് ഉള്ള സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി തരും. അതുപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് തരികയും നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകും. അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകാതെ ഒരു ബർക്കത്തില്ലായ്ക ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അള്ളാഹു കാക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു ദുആ നിങ്ങളങ്ങോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി. എന്നിട്ട് റമളാൻ കഴിയുന്നത് വരെ ഒരു 10 എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ഉള്ള ടൈമിലായിട്ട് ഇത് ചൊല്ലട്ടോ. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്നൊരു ദുആയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാരും മറന്നു പോവണ്ട. കഴിയുന്നതും ഒരുപാട് ഇബാദത്ത് എടുക്കാൻ നോക്കുക, അതാരും മിസ്സാക്കി കളയണ്ട. നമ്മുടെയൊക്കെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ദിക്ർ ചൊല്ലുക, അള്ളാഹിനോട് ദുആ ചെയ്യുക, ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക, റമളാനിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുക, ദുആ ചെയ്യുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സുള്ള സ്ത്രീകളൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ വേണം എല്ലാ ദിക്റും നിങ്ങൾ ചൊല്ലാൻ. അല്ലാണ്ട് നമ്മുടെ അടുത്ത് വേറെ ഒരാളുണ്ട്, അവരെ അടുത്തിരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, പിന്നെ നമ്മൾ കുറച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ആ ഒരു രൂപത്തിലല്ല. മനസ്സ് അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട്, ഇനി സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ അത് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് അള്ളാഹിനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലുക. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ടൊക്കെ ദുആ ചെയ്യുക. ഈ ഒരു സമയം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, പെട്ടെന്ന് റമളാൻ മാസം 1 റമളാൻ 1.
ഇത് എത്ര പെട്ടെന്നാണ് ഇതങ്ങോട്ട് തീരുക എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. എത്ര പെട്ടെന്നായിരിക്കും റമദാൻ 17 ആണ്ടിൻ്റെ ആ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ റമദാൻ മാസം കഴിയുന്നതറിയില്ല. അത്രക്കും സ്പീഡിലായിരിക്കും റമദാൻ മാസം തീർന്നു പോവുക. അതിന് മുന്നേ ആയിട്ട് നമ്മളൊക്കെ ഒരുപാട് പ്രയാസവും വിഷമങ്ങളും കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പ്രയാസത്തിലൂടെ പോകുന്നവരൊക്കെ ഇല്ലേ. അപ്പോൾ ആ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെയായിട്ട് ദിക്റുകളായിട്ട് സ്വലാത്തുകളായിട്ട് അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഒരുപാട് ഇപ്പോൾ അത്താഴത്തിന് എണീച്ച സമയത്തൊക്കെ ഒരുപാട് നമുക്ക് ഖുർആൻ ഓതാം അല്ലേ. ഒരു 7 മണി 8 മണിയൊക്കെ ആവുന്ന സമയത്ത് വരെ നമുക്ക് ഖുർആൻ ഓതാം. ഞാനൊക്കെ അത്താഴത്തിന് എണീച്ചിട്ട് പിന്നെ കുറച്ച് ജോലികളൊക്കെ പെട്ടെന്ന് അത്താഴ സമയത്ത് തന്നെ ചെയ്ത് തീർക്കലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3-4 മണിക്കൂറൊക്കെ ഖുർആൻ ഓതാനിരിക്കുക. ഇനി ക്ലാസ്സൊക്കെ തുടങ്ങാനിപ്പോൾ ഒരു 3-4 നോമ്പൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഖുർആൻ ക്ലാസ്സൊക്കെ നമ്മളെ മഹല്ലിലൊക്കെ തുടങ്ങുകയുള്ളൂ. അതിനൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അതിൽ നിന്നൊക്കെ നമുക്കൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടും. അതുപോലെ തന്നെ ആ പോകുന്നതിനും അള്ളാഹുവിൻ്റെ കൂലി കിട്ടും. അതുപോലെ ആ സദസ്സിനൊക്കെ ഒരു ബർക്കത്തുണ്ട്. ആ സദസ്സിൽ നിന്ന് ദുആ ചെയ്താലൊക്കെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മുടെ മഹല്ലിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക. അതൊന്നും ആരും മിസ്സാക്കി പോകരുത്. റമദാൻ എന്ന് പറയുന്നത് അതന്നെയല്ലേ, ഒരുപാട് അമലുകൾ ചെയ്യണം റമദാൻ മാസം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അയ്യേ റമദാൻ കഴിഞ്ഞു പോയല്ലോ, എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ഒരു ഖേദം നമുക്കാർക്കും വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ഒരു സ്വലാത്തും ദിക്റുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിക്റും സ്വലാത്തും ഇത്ര എണ്ണം ചൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കട്ടോ. എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത് മനസ്സിൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കടത്തിവിടാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ളുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമോ ദുആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാം. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം കേട്ടോ. ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. അതുപോലെ തന്നെ ഒരു സ്വലാത്തും പറയുന്നുണ്ട്. ഈ സ്വലാത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ സ്വലാത്താണ്. അപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു ദിക്റും സ്വലാത്തുമൊക്കെ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലുക. അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഓരോരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് മനസ്സിൽ ടെൻഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ല എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത്. ഒരു ദിക്റും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ നിസ്കാരപ്പായയിൽ ഇരുന്നിട്ടാണോ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിട്ട് ചൊല്ലിയാൽ മതി. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ. അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇതൊക്കെ. മനസ്സിൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിത്തീർക്കാൻ നോക്കട്ടോ ഇൻഷാ അല്ലാ. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ. ഞാനിതൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നൊരു ടൈമിലായിട്ട് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നൊരു ടൈമിൽ ഇതൊക്കെ ഒരു 100 തവണ അല്ലെ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ ഒരു 500 തവണയൊക്കെ ആയിട്ട് ചൊല്ലിത്തീർക്കുക. ഇൻഷാ അല്ലാ. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട്, മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുന്നത് എത്ര തിരക്കാണെങ്കിലും ഇനിയിപ്പോൾ റമദാൻ മാസമാണ്, നമുക്ക് ഖുർആനൊക്കെ ഖത്തം തീർക്കാനൊക്കെ മനസ്സിൽ നിയ്യത്താക്കിയവരുണ്ടാവും. അപ്പോൾ യാസീൻ ഓതാൻ കഴിയില്ല, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് നിർത്തി വെക്കരുത്. അത് ഞാൻ പറഞ്ഞതല്ലേ, മരണം വരെയായിട്ട് നമ്മുടെ ബോധം മറയുന്നത് വരെ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്, നമുക്ക് ഒരു ബുദ്ധിക്ക് മറവിയൊന്നും ഇല്ലാത്തത് വരെയായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ യാസീൻ ഓതൽ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ സ്വലാത്തും. ഇതുപോലെ നമ്മൾ ഒരുപാട് മാസങ്ങളോളം, ചിലപ്പം വർഷങ്ങളോളം നമ്മൾ ഇതുപോലെ ഓതിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊണ്ടുതരും. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തന്നെ എടുത്തു മാറ്റും. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നമുക്കൊക്കെ തരും. അതുകൊണ്ട് ഇനിയിപ്പം ളുഹറിൻ്റെ ശേഷമൊക്കെ നമ്മളൊക്കെ ഫ്രീ ആണ്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ളുഹറിൻ്റെ ശേഷമായിട്ടായാലും മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഓതി വെക്കുക. അതുപോലെ തന്നെ ഒരു 100 സ്വലാത്ത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം, സുബൈൻ്റെ ശേഷം ഒരു 100 സ്വലാത്ത്, അതുപോലെ ളുഹറിൻ്റെ ശേഷം ഒരു 100 സ്വലാത്ത്, അസറിൻ്റെ ശേഷം ഒരു 100 സ്വലാത്ത്, ഇഷാഹിൻ്റെ ശേഷം നമ്മൾ തറാവീൻ്റെ സമയമായിരിക്കും, ഇഷാഹിൻ്റെ അപ്പോൾ ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഓതുക. അതുപോലെ തന്നെ താജ്ജുദ് നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു 100 സ്വലാത്തൊക്കെ ചൊല്ലുക. അപ്പോൾ തന്നെ നമുക്കൊരു 500 സ്വലാത്ത് ചൊല്ലാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. നിങ്ങൾ ഇതുപോലെയൊന്ന്, ഒരുപാട് ഉമ്മമാരെന്നോട് പറഞ്ഞതാണ്, ഇത്ത പറഞ്ഞതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഞാനിപ്പോൾ ഒരു മാസമായി യാസീനൊക്കെ ഓതാൻ തുടങ്ങിയിട്ട് ഒരുപാട് മനസ്സിന് സമാധാനമുണ്ട് ഇത്ത എന്ന്. കടങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും മനസ്സിനൊരു സമാധാനമുണ്ടല്ലേ. ഒരു ബേജാറായിരുന്നു, എന്നിട്ട് പ്രഷർ കൂടുതലായിരുന്നു എല്ലാ ദിവസവും. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ ആഴ്ചയിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോവലായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ സമാധാനമുണ്ട്, ഒരു മനസ്സിനൊരു ഉറപ്പ് കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ അള്ളാഹു തരികയാണ്, അള്ളയാണ് അതിനൊക്കെ. അപ്പോൾ അള്ളാഹ് അതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്നതും ഓതുന്നതും ഒക്കെ അള്ളാഹുവിനറിയാം. മനസ്സിൽ എന്തൊക്കെ പ്രയാസം വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിലുണ്ട്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. അതുകൊണ്ട് ഈ റമളാൻ മാസം നിങ്ങൾ ഖുർആൻ കൂടുതലായിട്ടും നിങ്ങൾ പാരായണം ചെയ്യുക. റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആൻ ഒരുപാട് തവണ പാരായണം ചെയ്യുക, ഖത്തം തീർക്കുക. 2-3 ഖത്തമെങ്കിലും റമളാൻ മാസം ഓതി തീർക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമാധാനം ഉണ്ടാവാനും ഐശ്വര്യം വന്നു ചേരാനും ഒക്കെ ഈ ദിക്റിനെ ചൊല്ലിയാൽ അതിന് കഴിവുണ്ട്. അതുകൊണ്ട് ദിക്റും സ്വലാത്തും ഒക്കെ മുറുകെ പിടിക്കുക. ഒരു വക്ത് ഫർള് നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക, തറാവിയൊക്കെ നിസ്കരിക്കുക. നമ്മുടെ മഹലിലൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവിടെ പോയി നിസ്കരിക്കുന്നവർ പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. റമളാൻ മാസമാണ്, അള്ളാഹുവിലേക്ക് അതാരും വിട്ടുപോകരുത്. റമളാൻ കഴിഞ്ഞിട്ട് അയ്യേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്കൊരു ഖത്തം ഖുർആനിൽ റമളാനിൽ തീർക്കണമെന്നുണ്ടായിരുന്നു, എനിക്കത് ഓതി തീർക്കാൻ പറ്റിയില്ലല്ലോ ഒരു ഖേദം നമുക്ക് ആർക്കും ഉണ്ടാവരുത്. റമളാൻ 1 നാളെ 2, 3, 4 ഇട്ടേ എന്ന് പറഞ്ഞ പോണ ഒരു സ്പീഡിൽ അങ്ങോട്ട് റമളാൻ തീരും അല്ലേ. എത്ര പെട്ടെന്നാണ് റമളാൻ തീരുകയല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കൊല്ലമൊക്കെ റമളാൻ മാസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ് പോയത്. അപ്പോൾ ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നാളെ എനിക്ക് ചെയ്യണം, നാളെ മുതൽ എനിക്ക് ഖുർആൻ ഓതാൻ തുടങ്ങണം, നാളെ മുതൽ എനിക്ക് സ്വലാത്ത് ചെല്ലണം, നാളെ മുതൽ എനിക്ക് ദിക്ർ ചെല്ലണം, അങ്ങനെ വെക്കാതെയും കണ്ട് അതിനായിട്ടൊന്ന് ഒരുങ്ങുക. മനസ്സിലൊരു ഉത്സാഹം വെച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹിനോടുള്ള പേടി, നിസ്കാരമൊക്കെ ഖളാ ആക്കാതെ നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദിക്റുകളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഞാനൊരു സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ദുആ പറഞ്ഞിട്ടുണ്ട്. ആ ദുആ നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഒരു 100 എണ്ണോ അല്ലെങ്കിൽ ഒരു 10 എണ്ണോ ഒരു 11 എണ്ണമെങ്കിലും നിങ്ങളത് ചൊല്ലുക.
ഞാൻ അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. ഒരുപാട് അനുഗ്രഹങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ആ ദുആയിൽ. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ഭക്ഷണ വിശാലതയ്ക്കും ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനും സമാധാനം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുമൊക്കെ ആ ദുആ നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതൊക്കെ അള്ളാഹു അതുപോലെ തന്നെ റമളാനിലെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അപ്പം മനസ്സുള്ളവർ നാരിയത്ത് സ്വലാത്തോ ഫാത്തിമിയ സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിയോ ഏത് സ്വലാത്തും കഴിയുന്നത്ര നിങ്ങൾ ഒരുപാട് തവണ ചൊല്ലുക. നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, എനിക്കൊന്നിനും പറ്റില്ല എന്ന് കരുതിയിട്ട് വെറുതെ സംസാരിച്ചിരിക്കാണ്ട് അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ വെക്കുക. ഇനിയും നമ്മൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ വഷളാവും. നമ്മുടെ ദുനിയാവ് എന്തോ ഒരു കാലഘട്ടത്തിലൂടെയാണ് എന്തൊക്കെയാതി കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ ആയിരിക്കും ഇനി ദുനിയാവ്, ഇങ്ങനെ അങ്ങോട്ട് നശിച്ചു പോവലായിരിക്കും. അതുകൊണ്ട് ഇനിയും നമ്മൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുക. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകുക. മുത്ത് റസൂലിനെ സ്നേഹിക്കുക. മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഖത്തം തീർക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതിനെല്ലാം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ, അള്ളാഹുവിലേക്ക് അടുക്കാനും. അപ്പോഴാണ് അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നെടുത്താൽ അള്ളാഹ് നമ്മളിലേക്ക് ഓടിയെടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.